നമസ്കാരം. ഏവർക്കും രാവിലെ എല്ലാ ദിവസവും 8 മണിക്കുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മുടെ മാർക്കറ്റിൽ വലിയ ഒരു മൂവ്മെന്റ് കാണുവാനായി സാധിച്ചു. നിഫ്റ്റി 4.2% ഉയർച്ചയാണ് രേഖപ്പെടുത്തിയത്. ഇത് 2025 ഏപ്രിൽ 18 ശേഷമുള്ള ഏറ്റവും വലിയ റാലിയാണ്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 8,831 കോടി രൂപയിൽ ബൈ ചെയ്തപ്പോൾ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 5,187 കോടി രൂപയുടെ ബൈ നമ്മുടെ മാർക്കറ്റിൽ നടത്തി. മൊത്തം നോക്കുമ്പോൾ 14,000 കോടി രൂപയിലേറെ ബൈ നടത്തി വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റിൽ. എന്നിരുന്നാൽ പോലും നമ്മുടെ മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുവാനായി സാധിച്ചു. തീർച്ചയായും മാർക്കറ്റ് ഏകദേശം 15% ഉയർച്ച ഈ ചെറിയൊരു കാലയളവിൽ തന്നെ രേഖപ്പെടുത്തുകയുണ്ടായി. തൽഫലമായി തന്നെ റീറ്റെയിലേഴ്സും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാകാം. തൽഫലമായിട്ടാണ് മാർക്കറ്റിൽ ഒരു ഉയർച്ച വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് സെക്ഷനിൽ ഇത്രയും ബൈങ് ഉണ്ടായിരുന്നിട്ട് പോലും നമുക്ക് കാണുവാനായി സാധിക്കാത്തത്. ഇന്ത്യ വിക്സിലും ഇടിവ് വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് സെക്ഷനിൽ 2% കാണുവാൻ സാധിച്ചു. ഈ ആഴ്ച മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് മൊമെന്റ് ആണ്. ഇതൊരു റെക്കമെൻഡേഷൻ അല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വരുന്ന ജൂൺ മാസത്തിൽ RBI മോണിറ്ററി പോളിസിയിൽ ഒരു റേറ്റ് കട്ട് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച വന്ന ഇൻഫ്ലേഷൻ റേറ്റ് 6 വർഷത്തിന് ശേഷം വന്ന ഏറ്റവും നല്ല ഒരു റേറ്റ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ FISന്റെ ഭാഗത്തു നിന്നുള്ള കണ്ടിന്യൂസ് ബൈയിങ്ങും അതുപോലെ തന്നെ അനുഗാമികമായിട്ടുള്ള എണ്ണയുടെ വിലയിലുള്ള നിലനിൽപ്പും ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മാർക്കറ്റിനെ പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ കീപ്പ് ചെയ്യുന്നത്. നിഫ്റ്റിയിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നിഫ്റ്റി 24,800-850 റേഞ്ചിന് മുകളിൽ നിലനിൽക്കുന്നിടത്തോളം നമ്മൾ 25,200, 25,300 ലെവലുകൾ കീനായി വാച്ച് ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞാൽ 25,700, 25,800 ലെവലുകൾ നമ്മൾ കീനായിട്ട് വാച്ച് ചെയ്യേണ്ടതായിട്ട് വരുന്ന പോയിന്റുകളാണ്. ഡൗൺ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 24,800 മെയിൻ കീൻ സപ്പോർട്ടായിട്ട് വരിക, ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. അത് കഴിഞ്ഞ് 24,500 ഒരു ക്രൂഷ്യൽ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതൊരു റെക്കമെൻഡേഷൻ അല്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റ് വാർത്തകളിലേക്ക് കടക്കാം. ഹ്യുണ്ടായി കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ 4% ഇടിവ് രേഖപ്പെടുത്തി. കമ്പനി 21 രൂപയുടെ ഡിവിഡൻഡും പ്രഖ്യാപിക്കുകയുണ്ടായി. അദാനി ഗ്രൂപ്പ് വെള്ളിയാഴ്ച പുറത്തു വന്ന ഡേറ്റകൾ പ്രകാരം മ്യൂച്വൽ ഫണ്ടുകൾ അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ നിന്ന് ഏകദേശം 1,160 കോടി രൂപയുടെ സെല്ലിംഗ് ഏപ്രിൽ മാസത്തിൽ നടത്തുകയുണ്ടായി. ഡൽഹി വെറി Q4 റിസൾട്ടിൽ എല്ലാ റിസൾട്ടുകളും Q4ൻ്റെതാണ്. കമ്പനിയുടെ ലാഭം 190% വളർന്നുകൊണ്ട് ഈ 72.6 കോടി രൂപയിലേക്ക് ഉയർച്ച രേഖപ്പെടുത്തി. BEL കമ്പനിക്ക് 572 കോടി രൂപയുടെ പുതിയ ഒരു ഡിഫൻസ് ഓർഡർ ലഭിക്കുകയുണ്ടായി. BHEL കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 3% ഉയർച്ച രേഖപ്പെടുത്തി 504 കോടി രൂപ കരസ്ഥമാക്കി. കമ്പനിയുടെ റവന്യൂ 9% വർധനവും രേഖപ്പെടുത്തുകയുണ്ടായി. L&T ടെക്നോളജി കമ്പനി 38 രൂപ ഡിവിഡൻഡ് പെർ ഷെയർ പ്രഖ്യാപിക്കുകയുണ്ടായി. ജൂൺ 6, 2025 ആയിരിക്കും റെക്കോർഡ് ഡേറ്റ് ആയിട്ട് കമ്പനി ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഡിവിസ് ലാബ് കമ്പനിയുടെ പ്രോഫിറ്റ് 23% ഉയർച്ച രേഖപ്പെടുത്തി 662 കോടി രൂപ രേഖപ്പെടുത്തുകയുണ്ടായി. റവന്യൂ 12.2% ഉയർച്ച രേഖപ്പെടുത്തി 2,585 കോടി രൂപയായി വളർന്നു. കമ്പനി 30 രൂപ പെർ ഷെയർ ഡിവിഡൻഡും ഈ ഫിനാൻഷ്യൽ വർഷത്തേക്ക് പ്രഖ്യാപിക്കുകയുണ്ടായി. പ്രീമിയർ എനർജി കമ്പനിയുടെ ലാഭം 167.2% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 277.8 കോടി രൂപയായി
കമ്പനിയുടെ റവന്യൂ 43.9% വളർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 1620.8 കോടി രൂപയായി വളർന്നു. സെൻ ടെക്നോളജീസ് കമ്പനിയുടെ ലാഭം 189.2% വളർന്നുകൊണ്ട് 101 കോടി രൂപയായി വളർന്നു. കമ്പനിയുടെ റവന്യൂ 129.8% വർദ്ധിച്ചുകൊണ്ട് 325 കോടി രൂപയായി ഉയർന്നു. ദാംപൂർ ഷുഗർ മിൽസ് കമ്പനിയുടെ ലാഭം 5.4% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 51.9 കോടി രൂപയിൽ നിന്നും 49 കോടി രൂപയിലേക്ക് കമ്പനിയുടെ ലാഭം ഇടിവ് രേഖപ്പെടുത്തി. റവന്യൂ 10.2% വളർന്നു. കമ്പനിയുടെ ബോർഡ് 20 കോടി രൂപയുടെ ഷെയർ ബൈബാക്ക് 185 രൂപ പെർ ഷെയർ എന്ന രീതിയിൽ അപ്രൂവൽ നൽകുകയുണ്ടായി. എല്ലാവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.